ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. ടീച്ചിങ് ജോബ്സ് നോക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് ഇതാ ഒരു സുവർണ അവസരം. സെൻട്രൽ ഗവൺമെൻറ് സ്കൂൾസ് ആയിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലേക്കും നവോദയയിലേക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സോ ടീച്ചിങ് ജോബ്സ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ടീച്ചിങ് പോസ്റ്റിലേക്ക് മാത്രമല്ല റിക്രൂട്ട്മെൻറ്റിൻ്റെ വന്നിട്ടുള്ളത്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിലെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പോസ്റ്റ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് പോസ്റ്റ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളതെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ പോസ്റ്റാണ്. 5 ജനറൽ, EWS 0 ആണ്, OBC 2, SC 1, ST 0. ദെൻ ടോട്ടൽ 8 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇൻ KVയിലേക്കാട്ടോ. ദെൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ അക്കാദമിക്സ് ഇൻ നവോദയയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതും ജനറൽ 6, EWS 1, OBC 2, SC ST നത്തിങ്. ദെൻ ടോട്ടൽ 9 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ദെൻ പ്രിൻസിപ്പൽ പോസ്റ്റ് ഉണ്ട്. KVയിലേക്ക് 68 വേക്കൻസി, നവോദയയിലേക്ക് 49. ഇത് ജനറലിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. റിസർവേഷൻ്റെ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ദെൻ വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റ് ഇൻ KVയിലേക്ക്. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ 12 സബ്ജക്റ്റ് KVയിലേക്കാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 12 സബ്ജക്റ്റിൻ്റെ KVയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 12 സബ്ജക്ട്സ് നവോദയയിലേക്കും വിളിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, എത്രയൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കാരണം എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് നവോദയയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമീസ്, ഗാരോ, തമിഴ്, തെലുങ്ക്, ഉറുദു, ബംഗ്ല, മണിപ്പൂരി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ ജനറൽ 16 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് TGT ഇൻ KVയിലേക്കാണ്. അതും 10 സബ്ജക്ട്സ് വിളിച്ചിട്ടുണ്ട്. 1153 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ദെൻ KVയിലേക്ക് ലൈബ്രറിയൻ 61 ജനറൽ പോസ്റ്റാണ്. ദെൻ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് നവോദയയിലേക്കും വിളിച്ചിട്ടുണ്ട്. അതും ഇതേപോലെ 12 വേക്കൻസീസാണ് വിളിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്, വേക്കൻസി എത്രയാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. ദെൻ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് നവോദയയിലേക്ക് 3rd ലാംഗ്വേജ് വിളിച്ചിട്ടുണ്ട്. ആസാമീസ്, ബോഡോ, ഗാരോ, ഗുജറാത്തി, കന്നഡ, ഖാസി, മലയാളം, മറാത്തി, മിസോ, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഉറുദു, ബംഗ്ല, മണിപ്പൂരി ഇങ്ങനെയൊക്കെയാണ് സബ്ജക്ട്സ് വന്നിട്ടുള്ളത്. വേക്കൻസീസും അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രൈമറി ടീച്ചേഴ്സിൽ വരുന്നത് KVയിലേക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ PRT, ദെൻ PRT മ്യൂസിക്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ദെൻ നോൺ ടീച്ചിങ് പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. KVയിലേക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഫിനാൻസ് ഓഫീസർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സ്റ്റെനോ ഗ്രേഡ് 1, ദെൻ സ്റ്റെനോ ഗ്രേഡ് 2 ഇങ്ങനെയാണ് നോൺ ടീച്ചിങ് പോസ്റ്റ് KVയിലേക്ക് വിളിച്ചിട്ടുള്ളത്. ദെൻ നോൺ ടീച്ചിങ് പോസ്റ്റ് നവോദയയിലേക്ക് വിളിച്ചിട്ടുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ലാബ് അറ്റൻഡൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇങ്ങനെയാണ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസീസും നോൺ ടീച്ചിങ് പോസ്റ്റുകളും വേക്കൻസീസും ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലെ ക്വാളിഫിക്കേഷൻസും പേ സ്കെയിലും ഏജ് ലിമിറ്റും എല്ലാം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് എല്ലാത്തിൻ്റെയും പറയാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല, വീഡിയോസ് ലെങ്തി ആയി പോവും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ചെണ്ണത്തിൻ്റെ മാത്രം ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ അക്കാദമിക്സ് ആണ്, നവോദയയിലേക്കാണ്. പേ ലെവൽ 12 ആണ് വരുന്നത്. ദെൻ അപ്പർ ഏജ് ലിമിറ്റ് നോട്ട് എക്സീഡിങ് 45 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയും BEഡും അതേപോലെ തന്നെ വർക്കിംഗ് ആസ് പ്രിൻസിപ്പൽ ഇൻ ദ പേ ലെവൽ 12 ഫോർ അറ്റ്ലീസ്റ്റ് 3 years ഇൻ സ്റ്റേറ്റ് സെൻട്രൽ ഓട്ടോണമസ് ഓർഗനൈസേഷൻ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഡിസൈറബിൾ എക്സ്പീരിയൻസ് വേറെ ഉണ്ട്. ദെൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇൻ KVയിലേക്കാണ് അടുത്തത് വരുന്നത്. അതും സെയിം ഏകദേശം എല്ലാം സെയിം ക്വാളിഫിക്കേഷനാണ്. എക്സ്ട്രാ വരുന്നത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും വർക്കിംഗ് നോളജ് ഓഫ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷാണ്. ദെൻ ഫോർ പ്രിൻസിപ്പൽ പോസ്റ്റ് വരുന്നത് അതും പേ ലെവൽ 12 ആണ്. അപ്പർ ഏജ് ലിമിറ്റ് മിനിമം 35 years ആൻഡ് മാക്സിമം 50 years ആണ്.
ക്വാളിഫിക്കേഷൻസും ഏകദേശം മാസ്റ്റേഴ്സ് ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ 3 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ഓർ എം എഡ്, അല്ലെങ്കിൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഇൻക്ലൂഡിങ് ബി എഡ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് ആസ് പ്രിൻസിപ്പൽ ഇൻ പേ ലെവൽ 12 ആണ്. ഇങ്ങനെയൊക്കെയാണ് പ്രിൻസിപ്പൽ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ദെൻ വൈസ് പ്രിൻസിപ്പളിൻ്റെ കെ വിയിലേക്ക് വരുന്നത് പേ ലെവൽ 10 ആണ്. ഏജ് ലിമിറ്റ് മിനിമം 35, മാക്സിമം 45 ഇയേഴ്സ് ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൻ്റെ പേ സ്കെയിൽ 8, ഏജ് ലിമിറ്റ് നോട്ട് എക്സീഡിങ് 40 ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് ബി എഡ് ആണ് വരുന്നത്. ദെൻ പ്രൊഫിഷ്യൻസി ടു ടീച്ച് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം, അങ്ങനെയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻസ്. പി ജി ടിക്ക് CTET ആവശ്യം വരുന്നില്ല. ദെൻ ഓരോ സബ്ജക്റ്റിനും എന്തൊക്കെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി, അതായത് എക്സാക്റ്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. കെ വിയിലേക്ക് വേണ്ട പി ജി ടിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രൊവൈഡഡ് വിത്ത് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് പി ജി ടി കെ വിയിലേക്ക് വരുന്നത്. നവോദയയിലേക്ക് ആകുമ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷ് മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി ജി ടി കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം അടുത്തതായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ക്വാളിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണേ. ദെൻ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൻ്റെ വരുന്നുണ്ട്. അത് നമുക്ക് ഡിഗ്രി കെ വിയിലേക്കും നവോദയയിലേക്കും എങ്ങനെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടി ജി ടിയിലേക്ക് എന്തും കൂടെ വേണം, CTET കൂടെ നമുക്ക് വേണം ക്വാളിഫിക്കേഷൻ. ഡിഗ്രി വിത്ത് അല്ലെങ്കിൽ PG വിത്ത് CTET ആണ്. ബി എഡും വേണം. ഡിഗ്രി ഓർ PG, BEd പ്ലസ് CTET ആണ് ഈ TGTയുടെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണേൽ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ TGT ഓരോ സബ്ജക്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, പേ സ്കെയിലും അതേപോലെ ഏജ് ലിമിറ്റും എല്ലാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടൊന്ന് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഇതിൽ എല്ലാം കൂടെ പറയാനായിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതേപോലെ തന്നെ സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാം. ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. എല്ലാ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് വേണ്ടത് ക്വാളിഫിക്കേഷൻസ് എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് കുറച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് പോസ്റ്റിൻ്റെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡേറ്റുകൾ നോക്കാം. എങ്ങനെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തൊട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എക്സാംസിൻ്റെ സിലബസ്, എങ്ങനെയൊക്കെയാണ് എക്സാമിൻ്റെ പാറ്റേൺസ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ടൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ദെൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് CBSE, കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ, നവോദയയുടെ 3 ഒഫീഷ്യൽ സൈറ്റ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ കയറിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ദെൻ എക്സാം ഫീ വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് കമ്മീഷണർ 2300 പ്ലസ് പ്രോസസ്സിംഗ് ഫീ 500 ഇങ്ങനെയാണ് വരുന്നത്. ഓരോന്നിൻ്റെയും ഓരോ പോസ്റ്റിൻ്റെയും ഇവിടെ കറക്റ്റായിട്ട് ഫീസും കാര്യങ്ങളും പ്രോസസ്സിംഗ് ഫീ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കെ വിയിലേക്കും നവോദയയിലേക്കും കൊടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് ഒന്നുമില്ല. ഒറ്റ സിംഗിൾ പേയ്മെൻ്റാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് ഡേറ്റ്സ് എന്നുള്ളത് നോക്കാം. ഇതാ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യുന്നത്, അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് 14 നവംബർ 2025 10 AM തൊട്ടിട്ടാണ്. ദെൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് 4 ഡിസംബർ 2025 11:50 PM ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട 2 ഡേറ്റാണ്. എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്ന് ക്ലോസ് ചെയ്യും എന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചല്ലേ, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ ഡേറ്റ് മറക്കണ്ട, 14 നവംബർ തൊട്ടിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലോസ് ചെയ്യുന്നത് 4 ഡിസംബറിൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. സോ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തോളൂ. കാരണം ഇനി നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു അടുത്ത നോട്ടിഫിക്കേഷനിൽ ലേറ്റസ്റ്റ് ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.